ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളായാലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് ഒരാൾ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ബെല്ലയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ദാ അവളെ അടുക്കളയുടെ പുറത്താക്കിയിട്ട് വാതിലൊക്കെ ക്ലോസ് ചെയ്ത് ദാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. നമുക്കുണ്ടല്ലോ ഈ സമാധാനം എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലേ. ഈ സമാധാനം എന്ന് പറയുന്നത് എന്താണെന്നാ എല്ലാവരും വിചാരിച്ചിരിക്കണേ. ഞാൻ വിചാരിച്ചിരുന്നത് സമാധാനം എന്ന് പറയുന്നത് കുറേ ക്യാഷ് ഉണ്ടാവുക, വീടുണ്ടാവുക, എല്ലാവരും നമ്മൾ അംഗീകരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നത്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്ന. പക്ഷേ ഇതൊക്കെ എല്ലാം ഒത്തുവരുമൊന്നുമില്ല. അപ്പോൾ സമാധാനം എന്ന് പറയണത് ഒരു വീടോ വലിയ കുറേ ക്യാഷോ അതുപോലെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സമാധാനം എന്നത് രാത്രി നമ്മളിങ്ങനെ കിടക്കുമ്പോഴുണ്ടല്ലോ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഭാരങ്ങളും ഒന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് കിടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ സമാധാനം. അത് തന്നെയാണ് സമാധാനം. ഏറ്റവും വലുതല്ല, അത് തന്നെയാണ് സമാധാനം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാത്തവരുണ്ടാവില്ല. ജീവിതമാണ്, പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മഴയും വെയിലും വരുന്ന പോലെ ആയിരിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചിലരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാനും മനസ്സിലാക്കാനും ആ സമയത്ത് ഉണ്ടാവും. ചിലർ നമ്മളെ മനസ്സിലാക്കാറേ ഇല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചിലതൊന്നും അങ്ങനെ നടക്കുകയില്ല. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താനും കുറേ നമ്മളെ മോശമായിട്ട് പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമുക്കൊരു കൈത്താങ്ങായിട്ട് ചില മനുഷ്യരാട്ടോ ആ സമയത്ത് ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേട്ടോ നമുക്കിങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പോൾ സമാധാനം കിട്ടുന്നത് നമ്മളിങ്ങനെ സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോഴേ നമുക്ക് നല്ല സമാധാനം കിട്ടും കേട്ടോ. മാറാൻ കഴിയുന്നത് മാറ്റുക തന്നെ വേണം അല്ലേ. മാറ്റാൻ കഴിയാത്തത് അംഗീകരിക്കുകയും വേണം. നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇരിക്കാണ്ടിരിക്കുക. ഈ മനസ്സമാധാനം എന്നത് എല്ലാം ശരിയായതുകൊണ്ട് വരുന്ന ഒരു കാര്യമല്ല കേട്ടോ. എല്ലാം ശരിയാകുന്നത് വരെ കാത്തിരിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ സമാധാനം തന്നെ വരും കേട്ടോ. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു സമ്പത്തും സമാധാനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പവും ഗ്രീൻ ബീൻസ് കറി ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടണേ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്.